നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കൊച്ചു ടിവിയിലെ പഴയകാല കാർട്ടൂൺസിനെ പറ്റിയാണ്. നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാറുണ്ട്. നമ്മളന്ന് പറഞ്ഞിരുന്നു ചില റയർ കാർട്ടൂൺസിന്റെ പേര് കിട്ടിയ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു അപ്ഡേറ്റഡ് ലിസ്റ്റ് ആണത്. വളരെ പഴയ കാർട്ടൂൺസ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകും. നമുക്കപ്പോൾ ഒരു റയർ കാർട്ടൂണിൽ നിന്ന് തുടങ്ങും. ലിസ്റ്റിലാക്കിയത് ഈ ഒരു കാർട്ടൂണാണ്. നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഒരു പയ്യൻ ഒരു എയർ ബലൂണിൽ കയറി ഓരോരോ സ്ഥലങ്ങളിൽ പോയി പല പല സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഒരു അഡ്വഞ്ചർ കാർട്ടൂണാണ്. കൊച്ചു ടിവി 2013 മാത്രമേ ഈ ഒരു കാർട്ടൂൺ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു കുട്ടിക്ക് ഒരു സയന്റിസ്റ്റ് അപ്പൂപ്പനുമുണ്ട്. നിങ്ങൾ അഥവാ ഈ ഒരു കാർട്ടൂൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 12 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കാർട്ടൂണിന്റെ പേര് ഓസ്കാർ ദി ബലൂണിസ്റ്റ് എന്നാണ്. അടുത്തത് ഈ ഒരു കാർട്ടൂണാണ്. നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കൊച്ചു ടിവിയിൽ ഈ ഒരു കാർട്ടൂണിന്റെ പേര് ലിറ്റിൽ രാജു എന്നായിരുന്നു. കൊച്ചു ടിവി തുടങ്ങിയ ടൈമിൽ കുഞ്ഞു വാവാസ് ടൈം എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ ചില റയർ ഫുട്ടേജാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു പ്രോഗ്രാം രാവിലെ 11 മണിക്കാണ്. ഈ ഒരു പ്രോഗ്രാമിൽ പല പല കാർട്ടൂൺസ് ഉണ്ടാവും. ആദ്യം വരുന്ന കാർട്ടൂണാണ് ലിറ്റിൽ രാജു. വളരെ പഴയ ഒരു കാർട്ടൂണാണ്. ഈ രാജു എന്ന ക്യാരക്ടർ ഉറങ്ങുമ്പോൾ പല പല സ്വപ്നങ്ങൾ കാണും. ഓരോ സ്വപ്നത്തിലും രാജു ഹീറോ ആയിരിക്കും. അങ്ങനെയുള്ള നല്ലൊരു ഫീൽ ഗുഡ് കാർട്ടൂണാണ്. 2012 ടൈമിൽ മാത്രം ഈ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അഥവാ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിലവിൽ 13 വർഷങ്ങൾ കഴിഞ്ഞു. ഇതാണ് ഈ ഒരു കാർട്ടൂണിന്റെ BGM. ഈ ഒരു കാർട്ടൂണിൽ മലയാളത്തിൽ നല്ലൊരു ഇൻട്രോ സോങ് ഉണ്ടായിരുന്നു. ഓർമ്മയുള്ളവർ ഉറപ്പായി തന്നെ കമന്റ് ചെയ്യുക. ഈ ഒരു കാർട്ടൂണിന്റെ യഥാർത്ഥ പേര് ബില്ലി എന്നാണ്. ഈ ഒരു പ്രോഗ്രാമിൽ നെക്സ്റ്റ് വരുന്ന കാർട്ടൂണാണ് ചിമ്പുവിന്റെ ലോകം. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഫീൽ ഗുഡ് കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂണിന്റെ യഥാർത്ഥ പേര് പീപ്പ് ആൻഡ് ദി ബിഗ് വൈഡ് വേൾഡ് എന്നാണ്. പിന്നീട് മാജിക് ഷൂസ് എന്ന കാർട്ടൂൺ തുടങ്ങും. ഈ ഒരു കാർട്ടൂൺ മലയാളത്തിൽ വളരെ മികച്ചൊരു ഇൻട്രോ സോങ് ഉണ്ടായിരുന്നു. ഈ ഒരു കാർട്ടൂണിൽ ഫ്രാനി എന്ന ക്യാരക്ടറും ഒരു അപ്പൂപ്പനും ഉണ്ട്. അപ്പൂപ്പനൊരു ഷൂ ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കടയിലേക്ക് പല പല ഷൂസ് റിപ്പയർ ചെയ്യാനായി വരും. ഓരോ എപ്പിസോഡിലും ഫ്രാനി ഓരോ ഷൂസ് ഇട്ട് നോക്കും. ഓരോ ഷൂസിനും ഓരോരോ കഥകളുണ്ടാവും. ഈ ഒരു ഷൂസ് ഇടുമ്പോൾ ഫ്രാൻ ആ ഒരു വേൾഡിലേക്ക് പോകും. അങ്ങനെയുള്ള മികച്ചൊരു ഫീൽ ഗുഡ് കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂൺ കഴിഞ്ഞാൽ ടൈം മെഷീൻ എന്നൊരു കാർട്ടൂൺ തുടങ്ങും. ഇത് വെളുപ്പിനും ഉണ്ടാവും, ഇടയ്ക്കൊക്കെ രാത്രിയും ഉണ്ടാവും. ഹിസ്റ്ററീസ് പഠിപ്പിക്കുന്ന ഒരു കാർട്ടൂണാണ്. ഈ ഒരു ഇൻട്രോ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. ഒരു എപ്പിസോഡിൽ ചെസ്സിന്റെ ഹിസ്റ്ററി ഉണ്ടായിരുന്നു. മറ്റൊരു എപ്പിസോഡിൽ സാമുറായി, ചൈനയുടെ ഗ്രേറ്റ് വാൾ, അങ്ങനെ അങ്ങനെ പല പല കഥകൾ. വേൾഡ് അപ്പോളി എന്നാണ് ഈ കാർട്ടൂണിന്റെ യഥാർത്ഥ പേര്. പിന്നെ റിച്ചിയാകുമ്പോൾ ഹന്നാസ് ഹെൽപ്പ് ലൈൻ എന്നൊരു കാർട്ടൂൺ തുടങ്ങും. ഈ ഒരു താറാവ് ഒരു ഡേ കെയർ നടത്തുന്നതാണ് ഈ ഒരു കാർട്ടൂണിന്റെ മെയിൻ സ്റ്റോറി. ഈ കാർട്ടൂൺസ് എല്ലാം 2012 ടൈമിലുണ്ടായിരുന്നതാണ്. 13 വർഷങ്ങൾ കഴിഞ്ഞു. അടുത്തൊരു റയർ കാർട്ടൂണാണ് സൂപ്പർ നോർമൽ. കുറച്ച് സൂപ്പർ ഹീറോസിന്റെ കഥ പറയുന്നു. വളരെ റയറായ ഒരു അഡ്വഞ്ചർ കാർട്ടൂണാണ്. ഇതിന്റെ മ്യൂസിക് നോക്കാം. 2012 മാത്രമേ ഈ ഒരു കാർട്ടൂൺ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കണ്ടിട്ടുള്ളവർ ഉറപ്പായി താഴെ കമന്റ് ചെയ്യുക. അടുത്തൊരു കാർട്ടൂണാണ് ഡ്രാഗൺ ഹണ്ടേഴ്സ്. പേര് പോലെ തന്നെ ചില ഹണ്ടേഴ്സിന്റെ കഥ പറയുന്നു. വളരെ പഴയൊരു കാർട്ടൂണാണ്. അടുത്തത് മൈ ഫ്രണ്ട് റാബിറ്റ് എന്ന ഈ ഒരു കാർട്ടൂണാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഒരു ഉച്ച ടൈമിൽ വരുന്ന വളരെ മികച്ചൊരു ഫീൽ ഗുഡ് കാർട്ടൂണാണ്. റാബിറ്റ്, മൗസ്, തണ്ടർ, അങ്ങനെ അങ്ങനെ പല പല ക്യാരക്ടേഴ്സ്. ഈ ഒരു കാർട്ടൂൺ കഴിഞ്ഞാൽ ഉച്ച ടൈമിൽ തന്നെ നെമോ എന്നൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. സംസാരിക്കുന്ന ഒരു മീനിന്റെ ഒരു പ്രത്യേക സ്റ്റോറിയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ പവർ ഹീറോസ് കാർട്ടൂൺ തുടങ്ങും. ഉച്ച ടൈമിലും രാത്രിയിലും ഈ ഒരു കാർട്ടൂൺ ടെലികാസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് കഴിഞ്ഞാൽ ഡ്രാഗൺ ബൂസ്റ്റർ തുടങ്ങും. ഇതൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു 3 മണി ടൈമിലാണ് ദോസ്ത് ബടാ ദോസ്ത് കാർട്ടൂൺ. ഇത് രാവിലെയും ഉണ്ടാവും. ഈ ഒരു കാർട്ടൂൺ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 12 വർഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് ഒരു 5 മണി ടൈമിൽ ജോർജ് ഓഫ് ദി ജംഗിൾ തുടങ്ങും. 5:30 ഹാരിയുടെ മാജിക് ബുക്ക് എന്ന ഈ ഒരു കാർട്ടൂൺ. നമ്മൾ ഇതെല്ലാം തന്നെ ക്ലാസ് വിട്ട് വരുമ്പോൾ കാണുന്നതാണ്. ഒരു ഈവനിങ് ടൈമാണ്. പിന്നീട് ഒരു 6 മണിക്ക് ലൂണാറ്റിക് അൺലീഷഡ് എന്നൊരു കാർട്ടൂൺ തുടങ്ങും. പിന്നീട് നമ്മുടെ ജാക്കി ചാൻ, ഡിറ്റക്റ്റീവ് രാജപ്പൻ, അങ്ങനെയുള്ള കാർട്ടൂണുകൾ. 2012 ടൈമിൽ ആനിമൽസിനെ വെച്ച് നമ്മൾ ഇന്ന് ഇൻസ്റ്റാ റീൽസിൽ കാണുന്നത് പോലെ ഫണ്ണിയായി ഡബ് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. വളരെ റയറാണ്. ഫണ്ണി അനിമൽസ് എന്നാണ് ഈ ഒരു ഷോയുടെ പേര്. ഇതുപോലെ തന്നെ ട്യൂൺ കുസൃതികൾ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പല പല ഡിസ്നി കാർട്ടൂണുകൾ മിക്സഡ് ആയ ഒരു കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂണിൽ മിസ്റ്റർ മെഗു എന്നൊരു ക്യാരക്ടർ വരും. വളരെ ഫണ്ണിയാണ്. ഈ ഒരു ക്യാരക്ടറിനെ കണ്ണ് കാണി അങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു കാർട്ടൂണിന്റെ സ്റ്റോറി.
ഇതുപോലെ ട്യൂൺ കുസൃതികളിൽ കുറുക്കനും ഒരു താറാവുമുള്ള ഈ ഒരു കാർട്ടൂൺ, ഒരു കാക്കയുടെ കാർട്ടൂൺ, അങ്ങനെ അങ്ങനെ പല പല കാർട്ടൂണുകൾ. പിന്നീട് ക്യാസ്പർ ആൻഡ് ഫ്രണ്ട്സ് എന്ന ഒരു ഗോസ്റ്റിന്റെ കാർട്ടൂൺ തുടങ്ങും. ക്യാസ്പർ എന്ന നല്ലവനായ ഒരു ഗോസ്റ്റ് ക്യാരക്ടർ. ഗോസ്റ്റിന്റെ കാർട്ടൂൺസ് കൊച്ചു ടിവിയിൽ പലതരമുണ്ട്. ഡേഞ്ചർ സ്കൂൾ എന്നൊരു കാർട്ടൂണുണ്ട്. ഇതുപോലെ ഫാൻറ്റം സ്പിരിറ്റ് എന്നൊരു റയർ കാർട്ടൂണുണ്ട്. രാത്രി 9 മണി ടൈമിൽ മാസ്റ്റർ റെയിൻ ഡ്രോപ്പ് എന്ന ഈ ഒരു കാർട്ടൂൺ തുടങ്ങും. നമുക്ക് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജലം, വായു, അഗ്നി, അങ്ങനെ പല പല ക്യാരക്ടേഴ്സ്. ഗോൾഡൻ ഡ്രാഗൺ, ജനറൽ ബോ എന്ന വില്ലൻ എല്ലാം വരുന്ന മികച്ചൊരു കാർട്ടൂൺ. ഇതിന്റെ ഇടയിൽ കൊച്ചു വാർത്തകൾ എന്ന ഒരു ന്യൂസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇത് ഇപ്പോഴും ഉണ്ട്. പിന്നീട് ടിങ്കു സ്പീക്കിംഗ് കാർട്ടൂണാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സൂപ്പ് കുടിച്ച് സംസാരിക്കുന്ന ഒരു പട്ടി, മാർത്ത എന്നൊരു ക്യാരക്ടർ. 10 മണി ടൈമിലാണ് പിങ്കി ആൻഡ് പെർക്കി എന്ന ഈ 2 പന്നികളുടെ കാർട്ടൂൺ വരുന്നത്. ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന 2 പന്നി ക്യാരക്ടേഴ്സ്. രാത്രി തന്നെ എക്സ്മെന്റെ ഒരു കാർട്ടൂൺ ഉണ്ട്. എല്ലാം കഴിഞ്ഞ് 12 മണിയാവുമ്പോൾ സെറാമിക് പാൻ, സൂപ്പർ ലാഡർ തുടങ്ങിയ ചില പരസ്യങ്ങളാണ്. മറ്റൊരു കാർട്ടൂണാണ് ഐ ഗോട്ട് എ റോക്കറ്റ്. ഇതൊരു റയർ കാർട്ടൂണാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ ഓർമ്മയുണ്ടാവും. അടുത്തത് നമ്മുടെ ഗ്ലോറിയാസ് ഹൗസ് ആണ്. 9 വർഷങ്ങൾക്ക് ശേഷം ഗ്ലോറിയാസ് ഹൗസ് വീണ്ടും കൊച്ചു ടിവിയിൽ നിലവിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 വർഷമായി കൊച്ചു ടിവിയിലുണ്ട്. വെളുപ്പിന് 6 മണി 6:30 ടൈമിലാണ്. അടുത്തത് മറ്റൊരു റയർ കാർട്ടൂണാണ്. എൽമോ ആൻഡ് ടൂല എന്നാണ് ഈ ഒരു കാർട്ടൂണിന്റെ പേര്. ഒരു കുക്കിംഗ് കാർട്ടൂൺ, ക്രാഫ്റ്റ് കാർട്ടൂണും ഉണ്ടായിരുന്നു. അടുത്തത് ലില്ലി എന്ന കാർട്ടൂണാണ്. കൊച്ചു ടിവിയിൽ നിലവിൽ ഇപ്പോൾ ഒരു ലില്ലി കാർട്ടൂണുണ്ട്. ഇതൊരു പുതിയ 3D കാർട്ടൂണാണ്. എന്നാൽ പണ്ട് കൊച്ചു ടിവിയിൽ പഴയ ഒരു ലില്ലി ഉണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഹെയ്ദി ദ ഗേൾ ഓഫ് ആൽഫ് എന്ന് പറഞ്ഞ് 74 പുറത്തിറങ്ങിയ ഒരു ജാപ്പനീസ് അനിമയാണ്. വളരെ മികച്ച ഒരു ഫീൽ ഗുഡ് കാർട്ടൂണാണ്. അടുത്തത് സൂപ്പർ വൈ എന്ന കാർട്ടൂണാണ്. ഇതും നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. അടുത്തത് റൂബി ഗ്ലൂം എന്ന കാർട്ടൂണാണ്. ഇത് രാത്രിയാണ് ഉണ്ടാവാറ്. അടുത്തത് കരാട്ടെ ബാലവാടി എന്ന കാർട്ടൂണാണ്. കുറച്ച് നിഞ്ചാസിന്റെ സ്റ്റോറിയാണ്. നിഞ്ച സ്കൂൾ എന്നാണ് ഈ ഒരു കാർട്ടൂണിന്റെ യഥാർത്ഥ പേര്. നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ 13 വർഷങ്ങളായി. അടുത്തത് ലിറ്റിൽ നിക്ക് എന്ന കാർട്ടൂണാണ്. നിക്കോളാസ് എന്ന പയ്യൻ സ്കൂളിൽ പോകുന്നത് തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു കാർട്ടൂണിൽ ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ കുട്ടിക്കുറുമ്പി സോഫി എന്ന കാർട്ടൂൺ വരും. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ഇൻട്രോ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ട്രബിൾ വിത്ത് സോഫി എന്നാണ് ഈ ഒരു കാർട്ടൂണിന്റെ യഥാർത്ഥ പേര്. അടുത്തത് ലിറ്റിൽ ബിയർ ആണ്. മികച്ചൊരു ഫീൽ ഗുഡ് കാർട്ടൂണായിരുന്നു. ഇതിന്റെ ചില ആനിമേറ്റഡ് സിനിമകളും കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. കൊച്ചു ടിവിയിലെ മുഴുവൻ ആനിമേറ്റഡ് സിനിമകളെ പറ്റി, ഹോളിവുഡ് സിനിമകളെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുത്തത് അമ്മു അപ്പു എന്ന കാർട്ടൂണാണ്. ഇതും നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. അടുത്തത് പെൻഗ്വിൻസ് ഓഫ് മഡഗാസ്കർ ആണ്. ഇതൊരു ഉച്ച ടൈമിലാണ് തുടങ്ങാറ്. അടുത്തത് മാജിക് ഇൻ വണ്ടർലാൻഡ് ആണ്. ഇത് നമ്മൾ സൂര്യ TV മുതലേ കാണുന്നതാണ്. ഇതുപോലെ ജാക്കി ചാൻ, ക്രേസി ട്രേസി, ഹീമാൻ ഇതെല്ലാം നമ്മൾ സൂര്യ TV മുതലേ കാണുന്നതാണ്. ഇതുപോലെ സൂപ്പർ സുജി, മായക്കണ്ണൻ ഇതെല്ലാം സൂര്യ TVയിൽ ഉണ്ടായിരുന്നു. പക്ഷേ മായക്കണ്ണന്റെ 2ഉം 3ഉം ഇത് നമ്മൾ കൊച്ചു ടിവിയിലാണ് കണ്ടത്. അതായത് കാൻഡീസ് കഴിച്ച് പവർ കിട്ടുന്ന മാജിക് ടൈഗർ എന്ന കാർട്ടൂൺ, ഇതുപോലെ സൂപ്പർ ബഫല്ലോ എന്ന മറ്റൊരു കാർട്ടൂൺ ഇതെല്ലാം നമ്മൾ കൊച്ചു ടിവിയിലാണ് കണ്ടത്. ഇതുപോലെ സയൻസ് പഠിപ്പിക്കുന്ന സിഡ് ദ സയൻസ് കിഡ് എന്ന കാർട്ടൂൺ ഇത് നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഇതുപോലെ പരസ്യങ്ങൾക്കിടയിൽ നമ്മുടെ മണ്ടൻ ശംഭു, മിസ്റ്റർ തങ്കു, ഈ ഒരു മുട്ടത്തലയ, പൂമ്പ, ടൂപ്പി ആൻഡ് ബീനു, ലെനി ആൻഡ് ട്വീറ്റ്, ഈ ഒരു കാർട്ടൂൺ, റോബി, ഡാനി ആൻഡ് ഡാഡി ഇത് നിങ്ങൾക്ക് എന്തായാലും അറിയാം. കോരൻ ചുണ്ടലി, മിയാവു മാവു എന്ന ഈ ഒരു ക്ലേ വെച്ചുള്ള കാർട്ടൂൺ. അങ്ങനെ പല പല കാർട്ടൂണുകൾ. ലിയോൺ എന്ന ഈ ഒരു കാർട്ടൂൺ ഒരു റയറായ ഈ പല്ലികളുടെ കാർട്ടൂൺ ഉണ്ട്. ഇതെല്ലാം തന്നെ പരസ്യങ്ങൾക്കിടയിൽ വരുന്ന കാർട്ടൂണാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാർട്ടൂൺസിനെ പറ്റി ഓൾറെഡി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയത്. ഓരോന്നായി നോക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഡബിൾ ലെങ്ത് ആവും. ഇതുപോലെ അന്ന കഥകൾ എന്നൊരു കാർട്ടൂണുണ്ട്. ഇതിൽ കഥ പറയുന്ന ഒരു കുട്ടിയും കഥ കേൾക്കുന്ന ചില ഫ്രണ്ട്സും ഉണ്ട്. ഓരോ കഥയിലും ഇവർ തന്നെയാണ് മെയിൻ ക്യാരക്ടേഴ്സ്.
ഇതുപോലെ FTPD അഥവാ ഫെയറി ടെയിൽ ആൻഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇത് നിങ്ങൾക്ക് എന്തായാലും അറിയും. ക്രിസ്, ജോണി, വണ്ടർ, ഇവരുടെ ഒരു ചീഫ്, ഇവരെല്ലാം അടങ്ങുന്ന ക്യാരക്ടർ. ഫെയറി ടെയിലിനെ ബേസ് ചെയ്ത് ഇവർക്ക് ഓരോ കേസുകൾ വരും. നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. ഈ ഒരു കാർട്ടൂൺ ലാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്തത് 2015-ലാണ്. നമ്മളിത് ലാസ്റ്റ് കണ്ടത് 10 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതുപോലെ അബിയ നബി എന്ന 2 ഏലിയന്റെ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. ഇതുപോലെ മറ്റൊരു കാർട്ടൂണാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് രാജ്യത്ത്. ഈ ഒരു കാർട്ടൂൺ വൈകിട്ടാണ് ഉണ്ടാവാറ്. ഇതുപോലെ നിങ്ങൾക്കറിയുന്ന മറ്റൊരു കാർട്ടൂണാണ് പവർ ഹീറോസ്. ഗ്രീക്ക് മിത്തോളജിയെ ബേസ് ചെയ്തുള്ള ഒരു മികച്ച കാർട്ടൂണാണ്. ഇതുപോലെ മറ്റൊരു കാർട്ടൂണാണ് ഫോക്സ് ബസ്റ്റേഴ്സ്. കുറച്ച് കോഴികളും കുറുക്കന്മാരും അടങ്ങുന്ന ഒരു കാർട്ടൂൺ. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു കാർട്ടൂണാണ് ചിക്കൻ സ്റ്റൂ. ഒരു കരാട്ടെ പഠിച്ച കോഴി. ഈ ഒരു കോഴിക്ക് ഒരു ആശാനുമുണ്ട്. 2 കുറുക്കന്മാരെല്ലാം ഉള്ള നല്ലൊരു കാർട്ടൂണാണ്. ഇതുപോലെ വൈകിട്ട് സൂപ്പർ ഹീറോസിന്റെ കാർട്ടൂൺസ് ഉണ്ട്. അയൺമാൻ, സ്പെക്ടാക്കുലർ സ്പൈഡർമാൻ, അങ്ങനെയുള്ള കാർട്ടൂണുകൾ. ഇതുപോലെ മറ്റൊരു കാർട്ടൂണാണ് സിന്ധുബാദും അത്ഭുത ദ്വീപ് എന്ന ഈ ഒരു കാർട്ടൂൺ. ഇത് രാത്രിയിലാണ് ഉണ്ടാവാറ്. ഇതുപോലെ മറ്റൊരു കാർട്ടൂണാണ് മെൻ ഇൻ ബ്ലാക്ക്. ഇതും വളരെ പഴയ കാർട്ടൂണാണ്. ഇതുപോലെ ബണ്ടലേറോ എന്നൊരു പഴയ കാർട്ടൂണും ഒരു നല്ലവനായ കള്ളന്റെ സ്റ്റോറിയാണ്. ഇതുപോലെ മറ്റൊരു കാർട്ടൂണാണ് മാജിക് സ്ലൈറ്റ്. ഒരു പയ്യന്റെ കയ്യിൽ ഒരു പവറുള്ള ഒരു സ്ലൈറ്റ് കിട്ടും. ഇതിൽ എന്ത് വരച്ചാലും അത് ഒറിജിനലായി സംഭവിക്കും. വളരെ കോമഡി ആയ ഒരു കാർട്ടൂണാണ്. മറ്റൊരു കാർട്ടൂണാണ് എർക്കി പെർക്കി. ഈ ഒരു കാർട്ടൂണിൽ 2 പാറ്റകളാണ് മെയിൻ ക്യാരക്ടേഴ്സ്. അടുത്തത് റോണി കെൻഷിൻ എന്ന ഈ ഒരു കാർട്ടൂണാണ്. ഇതും വളരെ പഴയ ഒരു കാർട്ടൂണാണ്. നിഞ്ചകളുടെ സ്റ്റോറി പറയും ഒരു ജാപ്പനീസ് അനിമയാണ്. അടുത്തൊരു കാർട്ടൂണാണ് ബില്ലാളി വീരൻ. ഈ ഒരു കാർട്ടൂൺ. മറ്റൊരു കാർട്ടൂണാണ് ഗുലുമാൽ ബാബു എന്ന കാർട്ടൂൺ. ഈ ഗുലുമാൽ ബാബുവിന്റെ യൂണിവേഴ്സിൽ ഡാൾട്ടൺ എന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരെ യൂസ് ചെയ്ത് ഒരു സെപ്പറേറ്റ് കാർട്ടൂണും ഉണ്ടായിരുന്നു. മറ്റൊരു കാർട്ടൂണാണ് നമ്മുടെ ഡ്രാഗൺ ബൂസ്റ്റർ. നമുക്ക് പറയേണ്ട കാര്യമില്ല. മറ്റൊരു കാർട്ടൂണാണ് ഹറോൾഡ് ആൻഡ് ദി പർപ്പിൾ ക്രയോ. ഇതുപോലെ തന്നെ ഹാരി ആൻഡ് ദി ബക്കറ്റ് ഫുൾ ഓഫ് ഡൈനോസർ എന്നൊരു കാർട്ടൂണും ഉണ്ടായിരുന്നു. മറ്റൊരു കാർട്ടൂണാണ് ട്രസ്റ്റ് മീ ഐ ആം ജീൻ. ഓം ഗ്രീൻ ചാത്തൻ എന്നായിരുന്നു കൊച്ചു ടിവിയിലെ പേര്. ഒരു ഒട്ടകത്തിന് കൊക്കക്കോള ബോട്ടിൽ നിന്ന് ഒരു ജീനിയെ കിട്ടും. അങ്ങനെയുള്ള ഒരു കോമഡി സ്റ്റോറിയാണ്. ഇതുപോലെ റംസാൻ ടൈമിൽ വരുന്ന മറ്റൊരു കാർട്ടൂണാണ് ജിലി ജിലി ജി. ഇതുപോലെ മിസ്റ്റർ ബ്രമി എന്നൊരു റയർ കാർട്ടൂൺ ഉണ്ടായിരുന്നു. മറ്റൊരു കാർട്ടൂണാണ് സ്പോഞ്ച് ബാബു. സ്പോഞ്ച് ബോബ് ആൻഡ് സ്കോർപ്പിയൻസ് എന്ന ഫേമസ് കാർട്ടൂണാണ്. മറ്റൊരു കാർട്ടൂണാണ് നമ്മുടെ പിങ്ക് പാന്തർ. പിങ്ക് പാന്തർ നമ്മൾ പോഗോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിക്കുന്ന പിങ്ക് പാന്തർ അത് കൊച്ചു ടിവിയിലായിരുന്നു. ഇതുപോലെ പിങ്ക് പാന്തർ ആൻഡ് സൺ എന്ന മറ്റൊരു കാർട്ടൂണും ഉണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ സ്റ്റുവർട്ട് ലിറ്റിലാണ്. നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഒരു കാർട്ടൂൺ കൊച്ചു ടിവിയിലുണ്ടായിരുന്നു. അടുത്തത് ക്രിപ്റ്റോ ദി സൂപ്പർ ഡോഗാണ്. നിലവിൽ ക്രിപ്റ്റോയെ നമുക്ക് സിനിമയിലും കാണും. മറ്റൊരു കാർട്ടൂണാണ് തെന്നാലി രാമൻ. ഇതും പണ്ട് മുതലേ ഉള്ളതാണ്. ഇതുപോലെ ഫിംഗർ ടിപ്സ്, ആർട്ട് സൂക്ക, അങ്ങനെയുള്ള ക്രാഫ്റ്റ് പരിപാടികൾ. ഇതുപോലെ മറ്റൊരു കാർട്ടൂണാണ് ജുമാൻജി. ആസ്ട്രോ ബോയ് എന്നൊരു പഴയ കാർട്ടൂൺ ഉണ്ടായിരുന്നു. ഇനിയും ഒരുപാട് കാർട്ടൂൺസ് ഉണ്ട്. 2015 തൊട്ടുള്ള വലിയൊരു ലിസ്റ്റാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്തായി. ഒരു പാർട്ട് 2 എന്തായാലും വേണം. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചാണ് ഈ ഒരു വീഡിയോക്ക് പാർട്ട് 2 ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് ഒരു 5K ലൈക്കും 2K കമന്റും വന്നാൽ പെട്ടെന്ന് തന്നെ പാർട്ട് 2 ഇറക്കുക. നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ സ്വൈപ്പ് ചെയ്ത് വീഡിയോക്ക് ജസ്റ്റ് ഒരു ഹൈപ്പ് കൊടുത്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തി 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ആവും. ഇതുപോലെ കൊച്ചു ടിവി അന്ന് വന്നിരുന്ന പരസ്യങ്ങൾ വരെ വളരെ നൊസ്റ്റാൾജിക്കാണ്. ലണ്ടൻ ഡയറിയുടെ പരസ്യം. London Dairy is an amazing town. On its green pastures lives a cow that actually dances and gives milk. But that's not what London Dairy is famous for. It's famous for its rich caramel and milk candy. London Dairy. Tasty, very, very. കാൻഡിമാന്റെ പരസ്യം. मिल्कशेक का मजा लेना है तो कैंडीमैन टॉफी खाओ। रिच क्रीमी मिल्क और डिलिशियस स्ट्रॉबेरी फ्लेवर। नया कैंडीमैन टॉफी चू। हम कैंडीमैन टॉफी चू खा जाएगी। कैंडीमैन टॉफी चू। What's that? Candyman Prime Nectar. Aha! Let's go! Look! Sugar! ഇങ്ങനെ പല പരസ്യം. एक और
चलो पहले ट्विस्ट करो, तुम्हारे लिए करूं। फिर लिख करो। वेरी गुड। फिर डन करो। Only Oreo. ഞാൻ സിൻഡ്രല്ല, കഥകളിൽ മാത്രം കേട്ടുമറന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി. ദാ ഇവിടെയാണ് സന്തോഷത്തോടെ എന്റെ പ്രിയ തോഴനോടൊപ്പം ഞാൻ താമസിക്കുന്നത്. മായം മായം മായം, ജാലം ജാലം ജാലം, മനസ്സിനുള്ളിൽ